ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിറകടുപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വിറകടുപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പം ഇതുപോലെ കരി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ വിറകടുപ്പ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം, ചുമരെല്ലാം ആകെ കരി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലല്ല. അപ്പം എങ്ങനെ വിറകടുപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പം ചുമരൊക്കെ കരി പിടിക്കാതിരിക്കാനുള്ള വഴിയും, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചിലർ ഡെയിലി യൂസ് ചെയ്യാത്ത അടുപ്പായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് വിറക് പെട്ടെന്ന് തീ പിടിക്കണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് തീ പിടിപ്പിക്കുക അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. ഡെയിലി അടുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ കരി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കരി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കരി നമുക്ക് നീക്കം ചെയ്യുക അടുപ്പിൽ നിന്ന് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. സോഡാപ്പൊടിയും അതുപോലെ ലിക്വിഡും കൂടി നമുക്ക് ഈ കരിയുള്ള ഭാഗത്ത് ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം കമ്പി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നല്ല രീതിക്ക് തുടച്ച് കിട്ടും. തുടച്ച് അതുപോലെ കരി ഒന്നാകെ നമുക്ക് കൂടുതലും എന്താ പറയുക പ്രസ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ആ കരി മുഴുവനായി ഇളക്കി കിട്ടും. അങ്ങനെ ചെയ്താൽ ഇതുപോലെ വെട്ടിത്തിളങ്ങുന്ന നമ്മൾ അടുപ്പ് റെഡി ആയിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ കാണുന്നില്ല എത്രത്തോളം കരി ഉണ്ടായിനി. ഇപ്പോൾ തുടച്ച ശേഷം അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വിറകടുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ചുമരെല്ലാം കരി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചുമരിൽ ടൈൽസ് കൊടുത്ത് നമ്മൾ വിറകടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടൈൽസിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എത്ര ഇനി പഴക്കമുള്ള കരിയും പെട്ടെന്ന് ഇളകിപ്പോകും. ഇങ്ങനെ ചെയ്താൽ ടൈൽസ് നമ്മൾ അടുപ്പിനെ ചുമരോളം പകുതി നമുക്ക് എത്രയാണോ പറ്റുന്നത് അതുപോലെ ചുമരോളം കൊടുത്താൽ നമുക്ക് നമ്മളെ വീടിൻ്റെ ചുമരെല്ലാം കരി പിടിച്ചാലും അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കിച്ചണിൽ കയറുമ്പോൾ എല്ലാവരും കാണുന്ന ആ ഒരു ഭാഗം മാത്രം നമ്മൾ മാക്സിമം ടൈൽസ് കൊണ്ട് നമ്മൾ അടുപ്പിൻ്റെ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം മുകളിലായാലും ആരും പെട്ടെന്ന് കാണൂല. അപ്പോൾ കാണുന്ന ഒരു ഏരിയയിൽ നമ്മൾ ടൈൽസ് ഒട്ടിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഗ്യാസ് ഉപയോഗിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നാൽ നമുക്ക് അടുപ്പ് തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത അടുപ്പാണെങ്കിൽ പെട്ടെന്ന് അത് തീ പിടിച്ച് കിട്ടണമെന്നില്ല. അങ്ങനെ ഉള്ളവർക്കാണ് ഈ ടിപ്സ് പറയുന്നത്. അതുപോലെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം വെണ്ണീര് ഉണ്ടെങ്കിൽ വെണ്ണീരെല്ലാം ഒന്ന് മാറ്റുക. അതിനുശേഷം നമ്മൾ അടുപ്പിലേക്ക് ചേരി വെക്കുക. ഫസ്റ്റ് ചേരിയാണ് വെക്കേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓല വെക്കുക. ഓല വെച്ച ശേഷം തീ കത്തിക്കുക. ഓലക്കോ അല്ലെങ്കിൽ പേപ്പറിൽ കത്തിച്ചിട്ട് ഓലയിൽ പിടിക്കുന്ന രീതിക്ക് വെക്കുക. ഒരിക്കലും ഓല ആ ഒരു ഓലൻ്റെ കെട്ടില്ല. ഒരിക്കലും നമ്മൾ അടുപ്പിന് താഴെയായിട്ട് വെക്കാൻ പാടില്ല. ചേരിൻ്റെ മുകളിലായിട്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കും. എന്താ വെച്ചാൽ നമുക്ക് ഒരു ചുമണിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ടിപ്സ് എല്ലാം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.